ഹലോ ഗായ്സ്, ബോളമെസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഒരു വ്ളോഗും കൂടെ ആയിട്ട് വന്നിരിക്കുവാണ്. എന്തുവാണ് ഇന്നത്തെ അടുത്ത വ്ളോഗ്? ഇപ്പി ഉണ്ടാക്കുന്നത്, ന്യൂഡിൽസ് ഉണ്ടാക്കി നമ്മള് കഴിക്കുന്ന ഒരു വീഡിയോ. നമ്മളതേ ബാക്ക്ഗ്രൗണ്ട്, അതേ കോസ്റ്റ്യൂം, അതേ ആൾക്കാർ. നമുക്ക് താഴത്തോട്ട് പോയിട്ട് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് മുളക് കഴിച്ചിട്ട് എഫക്റ്റ് ഒക്കെ ഒന്ന് മാറി ഇവിടെ കിടന്ന് വേണ്ടിയിട്ട് നല്ലൊരിവുണ്ടായിരുന്നു ഗൈസ്. ഞാൻ ജയിച്ചു ഗൈസ്. വലിയ പ്രസക്തി. നമുക്ക് മറ്റേ മാഗി ഉണ്ടാക്കാൻ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം മാഗി എങ്ങനെയാ ഉണ്ടാക്കുന്നത്. തിന്നണ്ടേ എങ്ങനെ എല്ലാത്തിനും പീസിന്റെ മാഗി. അതെ, നമുക്ക് കാണാം. നമുക്ക് താഴത്തോട്ട് പോകാം. താഴത്തോട്ട് പോയിട്ട് എല്ലാരും കൂടെ നമ്മള് 4 പേരും കൂടെയാണ് ഇതുണ്ടാക്കുന്നത്. ഗൈസ്, ഈ ലൈറ്റ് എങ്ങനെയുണ്ടെന്ന് പറയണേ ഗൈസ്. അപ്പൊ നമുക്ക് താഴത്തോട്ട് പോകാം. നല്ല ലൈറ്റ്. ഗൈസ്, ഇതാണ് നമ്മുടെ അടുക്കള. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ ഇന്ന് മാഗി ഉണ്ടാക്കാൻ പോകുന്നത്. മാഗിയാണോ ഇപ്പിയാണോ? കയ്യൊന്ന് ചെറുതായിട്ട് ഇടിച്ചു ഗൈസ്. അപ്പം ഇപ്പി ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ ഒരു മാഗി ഇരിപ്പുണ്ട് ഗൈസ്. നിങ്ങൾക്ക് മാഗിയാണോ ഇപ്പിയാണോ ഇഷ്ടമെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതല്ല പക്ഷെ ഉണ്ടാക്കുന്നത്, ഇപ്പിയാണോ ഉണ്ടാക്കുന്നത്? എവിടെ സൂഫിയ കാണിച്ച ഇപ്പി? ഇപ്പി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത്? ആദ്യം തക്കാളി, ഫോർക്ക്, തക്കാളി, പച്ചമുളക്, സവോള, വെജിറ്റബിൾസ് ഒന്നും വേണ്ട. നമ്മള് വെജിറ്റബിൾസ് അങ്ങനെ കഴിക്കാറില്ല. അതുപോലെ അകത്ത. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ അടുക്കള. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്ന് ഇപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. അല്ല, ഒരെണ്ണം എടുത്തേക്ക്. അല്ല, ഒരെണ്ണം വേണ? ചെറുതാണെ ഒരെണ്ണം എടുക്കും, വലുതാണെ പകുതി എടുക്കും. എടി, വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി. എടി, നമ്മൾ ഈ ഫ്രിഡ്ജിനകത്തൂടെ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. എടോ, അടച്ചിടറോ. എന്നാ മുട്ട വറുത്തിട്ട് നമുക്ക് ഈ വെള്ളെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളതിനകത്ത് ചേർക്കാം. 2 എണ്ണം വേണം? അതോ ഒരെണ്ണം മതിയോ? അപ്പൊ ഒരെണ്ണം മതി ഗൈസ്. അപ്പൊ ഒരു മുട്ടയാണ് നമ്മള് ഇപ്പിന്റെ അത് ചേർക്കാൻ പോണത്. കുരുമുളക് പൊടിച്ചത് കാണും, അതാ കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. മാസ്റ്റർ ഷെഫ് ഫാത്തിമ. മാസ്റ്റർ ഷെഫ് ആമിനയും കയറി. നല്ല മണമുണ്ട്. നോക്കൂ, കുരുമുളകാണോ? അയ്യോ, എന്താടി എടി ഞാൻ എന്തോ കാണിച്ചിടും. ഇവിടെയാണ് ഓഫ്. അപ്പൊ ലൈറ്റർ വേണ്ട ഇതിന്? ഇല്ലടി, ഓർഡർ. ഞാൻ സവാള അരിഞ്ഞു.
എന്ത് സ്പൂണാണ് ഇതൊക്കെ? എടി, തടിയുടെ എടുക്കാൻ പോരായിരുന്ന ഇത് കഴിക്കൂട്. എന്താണ് വേണ്ട, ഇത് മതി. ഇതിപ്പോ ഞാൻ നമ്മൾ നേരത്തെ നമ്മളെ കരയിപ്പിച്ച പച്ചമുളകിന് അരിഞ്ഞു പോവാം. ശത്രുത കിട്ടാൻ പോകും. മതിയല്ലോ ഇത്. അതെടുത്ത് മാറ്റിയേക്ക്. ഞാൻ വയറ്റാവേ സവാളയെ. മാസ്റ്റർ ഷെഫ് അരിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ മുട്ട റെഡിയാണ്. ഞാൻ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. തക്കാളി കുഞ്ഞു മാസ്റ്റർ ഷെഫ് ഞാൻ ഇതാക്കണേ. കഴുകണ്ട. അല്ല, മുട്ട വണക്കും. നമ്മള് ഇപ്പിക്ക് വേണ്ടിയുള്ള തക്കാളി, സവാള, പച്ചമുളക് ഇത്ര നമ്മൾ ഇടുന്നുള്ളൂ, വേറെ ഒന്നും ഇടുന്നില്ല. നമുക്ക് ടേസ്റ്റ് നോക്കാം. ഞാൻ ഓൾറെഡി മാസ്റ്റർ ഷെഫ്. ഓക്കെ, നമ്മള് എണ്ണ പാനല്ല, ഈ ഒരു കടായി പോലത്തെ സാധനം ചൂടാകുമ്പോഴത്തേക്കും ചൂടായെന്ന് തോന്നുന്നു. എങ്കിലും അതിലല്ലേ നമുക്ക് ഒഴിക്കാം. അത്രയും ഒരിച്ചിരി എണ്ണ വെളിച്ചെണ്ണ ഇതല്ലേ അതിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. എടി, ആദ്യം സവോള ഇട്ട് വരട്ടി. അത് കുഴപ്പമില്ല, എല്ലാം കൂടെ കിടക്കട്ടെ. എല്ലാം കൂടെ സവോള തക്കാളി മതിയില്ലേ. എളുപ്പപ്പണി മിക്കവാറും പണി പാളിയെന്ന് തോന്നുന്നു, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് തിന്നാം. ഉപ്പിട്. ഇപ്പഴല്ല ഇപ്പഴല്ല കൂട്ടി വെച്ചേടി. കൂട്ടിരിക്കുക. അതാണ് കൊറേ തക്കാളി ആയിപ്പോയല്ലേ. ഇഷ്ടംപോലെ തക്കാളി. സൂഫിയ തക്കാളി മൊത്തം അരിഞ്ഞിട്ടുണ്ട്. തക്കാളി കളഞ്ഞ സ്നാപ്പ് ഇട്ടേ. കൊറച്ച് ഉപ്പിട്ടാ മതി എന്ന് തോന്നുന്നു. കാര്യം മാഗിയുടെ അപ്പൊ കുഴപ്പമില്ല. ഫർസ സ്നാപ്പിലോട്ട് എന്നാ ഇടുവാ വന്നിട്ടേടി. എന്തുവാ ഫാത്തിമ, നീ വന്നിട്ടേ. മതി മതി മതി. സവാള അവളുണ്ടാക്കാൻ മാത്രം എടുക്കാതെ അവളെ ഇത് ഫ്ലോപ്പ് ആകുവാ. നീയല്ലേ ഉണ്ടാക്കുന്നത്, പിന്നെ ഇങ്ങനെ ഫ്ലോപ്പ് ആവാതിരിക്കും. ഫ്ലോപ്പ് ആകുമെന്ന് എനിക്ക് അറിയത്തില്ല. രാവിലെ ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാക്കും, അല്ലാതെ ഉണ്ടാക്കത്തില്ല. ഗൈസ്, ഞങ്ങൾ ഇപ്പി പൊട്ടിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ താരം. അതിന് ഫർസാടൊക്കെ പിന്നെ ഇത് പച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് ആണെങ്കിൽ കമന്റ്. എടി, എന്തായാലും പറയുന്നത് ഉച്ചത്തി പറയടി. അതെ, ആദ്യം പോവര് എന്തുവാടി അല്ലാത്തപ്പോരാ. നല്ലൊരു മണമൊക്കെ വന്നു കേട്ടോ. ഈ മാഗിയുടെ ഇത് പൊട്ടിച്ചിട്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു നല്ലൊരു ഫ്ലേവറിന്റെ മണം വന്നു അല്ലേ. ഗൈസ്, മാഗി അല്ല ഇപ്പിയാണ്. സോറി, ഇപ്പി. നീ എന്താടി ഇങ്ങനെ പൊട്ടിക്കുന്ന? ഇവക്ക് വട്ടിച്ചിരിച്ചിരി പൊട്ടിക്കേ. ഇങ്ങനെയല്ല മതി, ഇച്ചിരി ഇട്ടാ മതി. ഇട്ടോ മതി 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 മതി. എടി വെള്ളം എടുക്കടി, വെള്ളം എടുക്കടി. എടി
എവിടെ തീ എങ്ങനെ ഉറക്കുന്നു? അടിയിൽ പിടിച്ച്. ഇപ്പോഴാണ് ആമിനക്ക് സമാധാനമായത്. ഒരു കരിഞ്ഞ മണം വരുന്നുണ്ട്. കരിഞ്ഞ് 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 കരിഞ്ഞ ഹിപ്പി കഴിക്കാൻ. ഇപ്പി ഫ്രൈ മതിയാവളോ? ചിക്കൻ വേണം സൂപ്പായി. ഇല്ല എന്നാ വേണ്ടത് ഇങ്ങോട്ട് ഇട്ടെ. എടി എത്ര മാഗി ഒരുമിച്ച് ഇടുന്നു അതിനനുസരിച്ച് വെള്ളം വേണം. ഇതിന്റെ ആദ്യം മൊത്തം ഇട്ടിട്ടിടാം. വെള്ളം പോരാ. എടി ഒടിക്കണ്ടടി മണ്ടൂസ്. 2 കിലോ ആക്കണ്ടേ? വേണ്ട. 2 ആക്കി വെക്കും. ഇല്ലേ ഇതിനകത്ത് ഇവിടെ തകയാനാണ്. 2 ആക്ക്. പാത്രം ഇങ്ങനെ കഴിച്ച് തീർത്താ ഇങ്ങനെ തീരും. പൊട്ടിച്ചപ്പോ തന്നെ വായിട്ട്. കിടക്കണോടി. അതെ വെള്ളം ഒഴിക്കാന്ന്. വെള്ളം ഇനി ഞാൻ വിളിക്കട്ടെ. വെള്ളം വെള്ളം. ഇവിടെ എത്തത്തില്ലേ? എനിക്ക് ബോണമിസിന് ഇപ്പി ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല. ബോണമീസിനല്ല നിനക്ക്. മതിയല്ല ഇട്ടാ മറിച്ചിട്ടുള്ള കൂടുതൽ വേണം. പിടിച്ച സൂപ്പി തീ കൂട്ടി വെച്ചേ. തീ കുട്ടിയല്ലേ ഇരിക്കുന്ന ആണ്. ഇത് മതി. വെള്ളം മതി. ഇത് അല്ലല്ല ഇച്ചിരി കൂടെ വേണം. ഇനി മതി ഇത് മതി. മസാല ഇനി ഇത് ഇട്ട് ഇച്ചിരി അത് മുക്കടി കട്ടെ മുങ്ങണ്ടേ. അത് മതി. എന്റെ പൊടി റെഡി. കുടഞ്ഞിടങ്ങോട്ട്. പിന്നെ ഒറ്റടുത്തോടെ ആയി പോകണോ? നീങ്ങി സ്ഥലം തയ്ച്ചിരി. ഇങ്ങനെ വേണം പൊട്ടിക്കാനായിട്ട്. സൂഫിയ പൊട്ടിച്ചണ്ട പോലെ കാണിച്ചത്. തക്കാളി അറിയുന്ന പോലെ. തക്കാളി അറിയുന്ന പോലെ. ആ പാതാപുറത്ത് വെച്ച് പൊട്ടിക്കുന്നോള്. പാതാപുറത്ത് വെച്ചിട്ട് ഇങ്ങനെ 3 പാത്രത്തിലും വെച്ചിട്ട് അത് പുറത്തോട്ട് മാഗിയിടാം. കേട്ടോ? എത്രാമത്തെ സ്നാപ്പ് ഫാസ്? എത്രാമത്തെ സ്നാപ്പ്? അയ്യേ എന്റെ പൊന്ന് വർഷാവുന്ന പോയിക്കേ. ഇവിടെ ഇതിനകത്ത് കളർ ഇല്ലാത്തില്ലല്ലേ? കളറ് ഒറിജിനൽ കളർ ക്യാമറയിലില്ല. ക്യാമറ വെളുത്തിരിക്കുന്നത്. ഫർസ കട്ടെടുക്കുന്നു. സത്യം പറഞ്ഞാ ഗൈസ് ഫർസ ഭയങ്കര മുട്ട കൊതിച്ച്. ഫർസാടെ വീട്ടിൽ ഫർസക്ക് മുട്ട കൊടുക്കത്തില്ല ഗൈസ്. മുഖത്ത് കുരുവെടുത്തോണ്ട് കൊട്ട കൊടുക്കത്തില്ല. വെള്ളമൊക്കെ തെറിപ്പിച്ചു ഇച്ചിരി അറിയാതെ കൈ കൊണ്ട് അങ്ങനെയൊന്നല്ലോ ഞാനൊക്കെ ലാസ്റ്റ് ആയപ്പോ വന്നിട്ടുണ്ട് ടച്ചപ്പ് ചെയ്യാനായിട്ട്. ഉണ്ടാക്കാൻ നിനക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ആരൊക്കെ താനെന്ത് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് വിട്ടേ. എന്റെ മാഗിനെ കൊല്ലത്. മുട്ട നമ്മള് 3 പ്ലേറ്റിലാക്കി ഇട്ടിട്ടുണ്ട്. അതന്നെ മറ്റേത് ഓഫ് ചെയ്താ. എന്താകുംന്ന് അറിയില്ല. മാഗി ആയതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. എന്റെ ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇവിടെ ഭംഗിയായിട്ട് മാഗി ഉണ്ടാക്കി. ഇത് ഇവളില്ലാതെ നല്ലോണം നടന്നേനെ തോന്നുന്നു. ഉള്ള തക്കാളി മൊത്തം ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ചേടാ നിങ്ങളൊരു തക്കാളി എടുക്കാൻ പറഞ്ഞ ഞാൻ ഒന്നെടുത്തു. കണ്ടോ മൊത്തം തക്കാളി ആയിരിക്കും. അത് കുഴപ്പമില്ല. ഇതൊന്നും കണ്ടു ആരും ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടാ. ഫ്ലോപ്പ് ആകുക നന്നാവുക നമുക്ക് അറിയത്തില്ല. മാഗി ആയതുകൊണ്ട് വിശ്വാസം ഫ്ലോപ്പ് ആവത്തില്ല. ഈ
വേറെ പൊടിക്കൈയൊക്കെ ചേർത്തോണ്ട് ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല ഗൈസ്. വേറെ പൊടിക്കയ്യാതെ സവാളയും മുളകൊക്കെ അയ്യോ എല്ലാരും ഇടുവോ? മോട്ടർ ഇടാനൊരു അലാറം, പിന്നെ ഇതിനൊക്കെ വേണ്ടി നിസ്കരിക്കാനൊരു അലാറം, പിന്നെ എന്താ ഫാനാണോ എന്ന് കമന്റ് ചെയ്യുക. ഒന്നുകൂടെ പറഞ്ഞ്. നിങ്ങൾ ഫാത്തിമ, നിങ്ങളൊന്ന് വെച്ച് നോക്കിക്കേ. കമന്റ് ചെയ്യുക. ആ പിന്നെ അത് വേഗം സത്യമാണ്. ഒരിടത്ത് നിക്കത്തില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി കളിക്കുകയാണ്. എന്റെ അടുത്ത് അത് ചെപ്പിക്കില്ലേ കടയില്ല ആ ആ ആ. കുഞ്ഞിലെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എത്ര 5ാം ക്ലാസ്സൊക്കെ ഇപ്പൊ അമ്മനെ കടയിൽ പോകുന്നു. 5ാം ക്ലാസ്സിലൊക്കെ ഞാൻ അവിടെ പോകുമ്പോ ഇങ്ങനെ അവിടെ അരി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അരി എടുത്ത് പിറക്കി വാരി ഇങ്ങനെ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. അവിടുത്തെ അരിയൊക്കെ നീ തീർക്കുക. എവിടെ നിൽക്കത്തില്ല. നോക്കിയേ സെറ്റായോ? ആ മതിയല്ലോ, ഓഫാക്കിക്കട്ടെ. മാമിനൊരു കോള് വന്നു പോയി, വാപ്പിയാൻ തോന്നല്ലേ. ഇനി അവിടെ ട്യൂഷൻ ഉണ്ടല്ലോ. അല്ലൊന്നും അവിടെ നിന്നിട്ട് നേരെ വരാവേ. എക്സാം കോളത്തിലായിരുന്നു അവിടെ. ഞാൻ തിന്നട്ടെ. വന്നിട്ടില്ല. പോവാന്ന് എനിക്കൊരു പേടി. വേണ്ട വേണ്ട വേണ്ടടി, എല്ലാം കൂടെ മിക്സ്. നമുക്ക് മത്തടിക്കൂടി, മത്തടിക്കും. വേണ്ട വേണ്ട ഒന്നും ചെയ്യണ്ട. അത് ഇച്ചിരി ഉപ്പിട്ടാ മതി. വേണ്ട വേണ്ട, ഉപ്പില്ലേ? വെച്ച് നോക്കി, അതാ നീ നോക്ക്. ഒരുപാടുണ്ട്, ഇത്തിരി ഇട്ടാ മതി. എടി വേണ്ട, ഉപ്പിടണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. മതിയല്ലോ ഇത്, ഇനി വേണോ? ഉപ്പുണ്ടടി ഇത്. ഇച്ചിരി കൂടെ വേണ്ടേ? എടി വേണേ ഇൻഡിവിജ്വൽ ഇട്ടാ പോരേടി. എന്നാ അങ്ങനെ ഇടാം. ഞാനൊക്കെ ഉപ്പിന്റെ ആളാണ്. ഇൻഡിവിജ്വൽ ഇട്ടാ മതി. ഒന്ന് ഓഫ് ചെയ്ത് ഞാൻ സാമ്പിൾ ഇട്ടു. എന്നിട്ട് ഞാൻ ഓളാന്ന് പറഞ്ഞിരിക്കുക. രണ്ടെണ്ണം വെച്ചല്ലേ സ്പൂൺ, 2 സ്പൂൺ വെച്ചാണ് എല്ലാവരും കൂടി. 2 സ്പൂണോ? അങ്ങനൊന്നും ഇല്ല. മുളക് പൊടി അവക്ക് എവിടെ നിന്ന് കിട്ടാനോ? ആ ശരി, അടുത്ത ടേസ്റ്റ് ചെയ്ത് നോക്കിയാലാ. എടി ഫാത്തിമ നാരങ്ങ വെക്കുവോ? നാരങ്ങ? ആ അല്ലെ നമുക്ക് പെപ്സി വാങ്ങിച്ചാൽ. എൻ്റെ കയ്യിലൊന്നും ഇല്ല. ഞാൻ തരാം, പോയി വാങ്ങിക്കോ. എനിക്ക് വയ്യോടെ പോവാ. കട അപ്പുറത്തടി. ഇതിനകത്ത് കുറവാടി. നിങ്ങൾക്ക് 2 രൂപ എല്ലാവർക്കും നല്ല കൂടുതലുണ്ട്. എനിക്ക് ഇച്ചിരി എല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് സാരമില്ല മോളെ. എന്റെ തീർന്നു ഗൈസ്, എനിക്ക് ഇച്ചിരി കിട്ടിയോ. വെറുതെ ഞങ്ങളൊക്കെ താമസിച്ചു തുടങ്ങിയോൾ ആദ്യം തുടങ്ങിയതിന്റെ ഇല്ല, നല്ല ഇച്ചിരി കിട്ടിയോളൂ. ഇച്ചിരി കിട്ടിയാലും താടി കണ്ട, ആദ്യം തീർത്തിട്ട് എപ്പോഴും ഉള്ള പരിപാടിയാണ്. മണ്ടികളെ വെറുതെ എരിവ് മുളകിട്ട് അതിന്റെ എരിവ് എനിക്ക് കിട്ടി. പിന്നെ അത് കടിക്കണ്ടേ. ദിവസത്തിന്റെ അലളപ്പാണ്. നല്ലോണം കഴിക്കാം. കഴിച്ചേണ്ട അതിന്റെ ഞാൻ കഴിച്ചോളാം. ഗൈസ്
അപ്പൊ ഞങ്ങള് മാഗി ഉണ്ടാക്കി അല്ല ഇപ്പി ഉണ്ടാക്കി. ഇപ്പി കഴിച്ചു. ഞാൻ കഴിച്ചു. കഴിക്കുന്നു. കഴിച്ചോണ്ടിരിക്കും. കഴിച്ചു കഴിഞ്ഞു. അപ്പം ഇത്രേ ഉള്ളു ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ എല്ലാ വീഡിയോസും ഇത്രേ ഉള്ളൂ. ഇന്ന് നമ്മൾ 3 വീഡിയോ എടുത്തു. 3 വ്ലോഗാണ് എടുത്തത്. ഷോർട്സ് ഒന്നും അധികം എടുത്തിട്ടില്ല. ആ സ്പൂൺ കഴുകിയിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. എല്ലാരും ബൈ പറ. അടുത്ത വീഡിയോ കാണുന്നവരെ stay tuned and bye.